ഹലോ, ഇത് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് കേട്ടോ. നിങ്ങളിപ്പോൾ നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രാക്ടീസിലാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ അരങ്ങേറ്റം വരാൻ കേട്ടോ. ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഇതിപ്പോൾ ഞങ്ങൾ സുന്ദർമഹലിലാണ്. അവിടെയാണ് ഞങ്ങളുടെ അരങ്ങേറ്റത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അളവിന് ഡ്രസ്സ് തയ്പ്പിക്കണം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 12 പാരൻസും അതേപോലെ 8 മക്കളുമാണ് ഇപ്രാവശ്യം അരങ്ങേറ്റത്തിന് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും ഇന്ന ദിവസം ഇവിടെ വന്നിട്ട് അളവെടുത്തിട്ട് പോകാൻ മിസ്സ് പറഞ്ഞതാണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ ചിലങ്ക പൂജ വരുവാണ്. ചിലങ്ക പൂജയ്ക്ക് വേണ്ട കോസ്റ്റ്യൂം നമ്മൾ പ്രാക്ടീസ് സാരി റെൻ്റ് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതും കൂടി നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അളവെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് സാരിയും സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും ഫുഡ് മുഖ്യം എന്ന് പറഞ്ഞ മാതിരി നമ്മളവിടെ കയറി മിസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങി തന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അല്ലറ ചില്ലറ പർച്ചേസൊക്കെ ഉണ്ടായിരുന്നേ. അതിന് വേണ്ടിയുള്ള പോക്കാണ് ഞങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ അറേഞ്ച് ചെയ്യാൻ ചിലങ്ക പൂജയിലേക്ക്. ഇത് ഞങ്ങളുടെ ചിലങ്ക പൂജയുടെ വിഷ്വൽസാണ്. പാവങ്ങാട് പുത്തൂര് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങളുടെ ചിലങ്ക പൂജ നടന്നത്. ഞാൻ പറഞ്ഞ പോലെ 8 മക്കളും അതേപോലെ നമ്മൾ 12 പേരൻസുമാണ് ഇപ്രാവശ്യം അരങ്ങേറ്റത്തിന് പോകുന്നത്. അരങ്ങേറ്റം ഒരുമിച്ചല്ല, കുട്ടികളത് വൈകിട്ടും ഞങ്ങൾ പേരൻസിൻ്റെത് രാത്രിയാണ്. മിസ്സ് എല്ലാ മക്കൾക്കും അതേപോലെ ഞങ്ങൾക്കും ചിലങ്ക പൂജിച്ച ശേഷം കാലിൽ കെട്ടി തന്നു. അത് കഴിഞ്ഞിട്ട് പാരൻസിൻ്റെയൊക്കെ അനുഗ്രഹത്തിൽ നമ്മൾ ചിലങ്ക പൂജ ചെയ്തു. പിന്നെ അമ്പലത്തിൻ്റെ ഓരോ സൈഡിൽ വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഈ അരങ്ങേറ്റം ചെയ്യാൻ പോകുന്ന ഡാൻസിൻ്റെ ഓരോ പോർഷൻസൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇതേ വെറും പ്രാക്ടീസ് മാത്രമല്ല ക്ലാസ്സിൽ നടക്കുന്നത്, ഭക്ഷണം കഴിക്കുക, പിന്നെ ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു, ഒരു ഭാഗത്ത് ഇതേ അറിഞ്ഞുകൂടാത്ത സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോയ കുറേ നിമിഷങ്ങളാണ് ഡാൻസ് ക്ലാസ്സിൽ കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഒരാളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വന്നു. അതൊക്കെ നമ്മൾ അവിടെ നിന്നാണ് ആഘോഷിച്ചത്. പിന്നെ അതെ, ഇത് ഒരു സ്റ്റേജ് റിഹേഴ്സലാണ്. നമ്മൾ ക്ലാസ്സിലുള്ള കുറച്ച് സ്ഥലത്ത് നിന്നല്ല ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തത്. നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ എത്രമാത്രം സ്പേസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമ്മൾ അടുത്തുള്ള ഒരു സ്കൂളാണ് പുത്തൂര് സ്കൂള്. അപ്പോൾ അവിടുത്തെ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. ഈ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇതിനിടയ്ക്ക് നമ്മൾ റീലെടുക്കാനൊക്കെ നോക്കിയാണ് കേട്ടോ. പിന്നെ വീണ്ടും പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള ബേക്കറി കയറിയിട്ട് ഫലൂദയെല്ലാം കഴിച്ചു. നമുക്ക് ഫുഡ് വിട്ടൊരു പരിപാടിയില്ലല്ലോ. അരങ്ങേറ്റമായി. നമ്മൾ പാക്കിങ്ങിലാണ്. എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെക്കണം, ഓരോ സാധനങ്ങളും ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പിച്ച ശേഷം വേണം പോകാൻ. അങ്ങനെ ഗുരുവായൂരെത്തി. നമ്മളെല്ലാവരും സെപ്പറേറ്റായിട്ട് ഫാമിലി ആയിട്ടാണ് പോയത്. എന്നാലും ഏകദേശം ഒരേ സമയത്ത് എത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തിട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മേക്കപ്പ് റൂമിലേക്ക് പോകാനും മറ്റുമായിട്ടും ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ, ഒരുമിച്ച് അങ്ങ് പോകാം. ചിലർക്ക് അറിയാം ഇത് എവിടെയാണ് മേക്കപ്പ് ചെയ്യുന്ന സ്ഥലം എന്നുള്ളത്, മുന്നേ മക്കളൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ളവർക്ക്. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരേ സമയത്ത് വന്നു. പിന്നെ അമ്പലത്തിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാൻ നോക്കിയപ്പം സെക്യൂരിറ്റി വന്ന് ബ്ലോക്ക് ചെയ്തിട്ടോ. അതുകൊണ്ട് അധികം വിഷ്വൽസ് ഒന്നുമില്ല. പിന്നെ നമ്മളീ പോണത് മേക്കപ്പ് റൂം അന്വേഷിച്ചുള്ള പോക്കാണ്. അവസാനം എത്തി. ഓരോരുത്തരുടെയും മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് മേക്കപ്പ് ചെയ്തത് ഹരീഷ് നേട്ടനാണ്. അവരാണ് എനിക്ക് ആദ്യമായിട്ട്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അരങ്ങേറ്റത്തിലും ഒരു ഭാഗമായി. ബാക്കിയുള്ളവരും മേക്കപ്പിലാണ്. ഈ മേക്കപ്പ് ഇടുന്നതൊക്കെ ഇത്ര കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് ഞങ്ങളുടെയൊക്കെ ലൈഫിലെ ബെസ്റ്റ് മെമ്മറി ആവുന്ന മൊമെൻറ്റ്സാണ്. സാധാരണ നമ്മൾ ഒരുപാട് പരിപാടികൾക്ക് ഇതേപോലെ മേക്കപ്പൊക്കെ ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിലും ഇത് ഞങ്ങൾ കയറാൻ പോകുന്നത് അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നവേദിയിലേക്കാണ്. അതും ഗുരുവായൂർ വെച്ചിട്ട് നടക്കുന്നു. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് താൽക്കാലികമായിട്ട്
യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമായിരിക്കണം. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ മിസ്സിന് ദക്ഷിണ കൊടുത്തു. അതേപോലെ മിസ്സിൻ്റെ കൂടെ മാഷ്മാർ മേക്കപ്പ് മാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല, ഉള്ളതൊക്കെയാണ്. പിന്നെ അതേ ഞങ്ങളുടെ രംഗപ്രവേശം, ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന പോലെ ഇതൊക്കെ ഒരു പ്രത്യേക ഫീലാണിത്. നൃത്തത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും കേട്ടോ. ഞങ്ങൾക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അരങ്ങേറ്റം നടത്താനുള്ള ഭാഗ്യം ഉണ്ടായത്. അവിടെ വെച്ച് തൊഴുമ്പം, അതും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് തൊഴുത് തുടങ്ങുമ്പോൾ വല്ലാത്തൊരു അനുഭവം. ഞങ്ങളെ പ്രാപ്തരാക്കിയ മിസ്സിനോട് ഈ അവസരത്തിൽ നന്ദി പറയാണ്. അതേപോലെ ഞങ്ങളുടെ വീട്ടുകാർ, ഈ ഒരു പ്രായത്തിലും ഞങ്ങളെ അരങ്ങേറ്റത്തിനൊക്കെ വിട്ട വീട്ടുകാരോട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വഴികാട്ടികളായും അതേപോലെ ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് നല്ല ഹൃദയങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു നിമിഷത്തിൽ നന്ദി പറയാൻ കേട്ടോ. പിന്നെ ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, പിന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റേജ് ലഭിക്കാനും ആ ഒരു സമയമൊക്കെ കിട്ടാനും ഒക്കെ സഹായിച്ചു. അതേപോലെ റൂം എടുക്കുന്നതിലൊക്കെ സഹായിച്ച ഓമനേച്ചി അതിലെ ഓമനച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ, അവരോടൊക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. സർവോപരി സാക്ഷാൽ ഗുരുവായൂരപ്പനോട് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളിത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതി മറന്ന സ്വപ്നമാണിപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ ഗുരുവായൂർ വെച്ച് അരങ്ങേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പൻ എന്തായാലും അത് നടത്തി തരും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞങ്ങൾ അരങ്ങേറ്റക്കാർക്ക് കൂടെ ഒരു ടീം കൂടെ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അവരുടെ വീഡിയോ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗിൽ അത് ഉൾപ്പെടുത്താത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ മംഗളം കളിച്ച് അവസാനിപ്പിക്കുകയാണ്. രംഗപ്രവേശം പോലെ തന്നെ അവിസ്മരണീയമായ മൊമെൻ്റാണിത്. ഞങ്ങൾക്ക് ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഗുരുവായൂർ വെച്ച് അരങ്ങേറ്റം നടത്താമെന്നുള്ള ചിരകാല അഭിലാഷത്തിന് ഇവിടെ കർട്ടൻ വീഴാണ് കേട്ടോ.